ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SC ടെക്കിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ഓർഡുവിനോ കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമുക്ക് എക്സിബിഷനൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് കാൽക്കുലേറ്ററാണ്. അപ്പം ഇന്ന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡുവിനോ ഊനോ എന്ന് പറഞ്ഞൊരു ചിപ്പാണ്. ഇതിന് മാർക്കറ്റിൽ 360-400 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ അത് CNC പ്ലോട്ടിൻ്റെ വീഡിയോയിൽ കാണിച്ച അതേ ചിപ്പ് തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ അക്ഷരങ്ങളും നമ്പേഴ്സൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ആ നമ്പറും അക്ഷരമൊക്കെ നോക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 4x4 കീപാഡ് മാട്രിക്സ് ആണ്. ഇതിന് മാർക്കറ്റിൽ ഒരു 150-160 രൂപക്കൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ പുറകെ ഒരു സ്റ്റിക്കർ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് എക്സിബിഷനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തെർമോക്കോളിലൊക്കെ ഒട്ടിക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മെയിൻ സാധനമായ ഡിസ്പ്ലേ നമുക്ക് മെയിൻ ആണ്. ഇതിൽ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ വേണം. അപ്പോൾ ഇതിൽ 16x2 ഒരു LCD ഡിസ്പ്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ അക്ഷരങ്ങളും നമ്പേഴ്സൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇത് അവിടെ VCC അങ്ങനെ കുറേ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, D1 D0 എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 10K പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഇത് ഈ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാനാണ്. ഇതില്ലെങ്കിൽ ഈ കാൽക്കുലേറ്റർ വർക്ക് ആവത്തില്ല. ഇങ്ങനെ ഈ ഡിസ്പ്ലേ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കും. ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ വേണം. അപ്പോൾ ഈ 10K പൊട്ടൻഷ്യോമീറ്ററിന് 10 രൂപ നമുക്ക് വാങ്ങിക്കാന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് ബോർഡാണ്. ഇന്ന് 80 രൂപയൊക്കെ ഉള്ളൂ ഓൺലൈനിൽ 100 രൂപയൊക്കെ വരും. കടയിലൊക്കെ 80 രൂപയ്ക്ക് വാങ്ങിക്കാന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജമ്പർ വയേഴ്സാണ്. ഇത് നമ്മുടെ കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു 40 എണ്ണത്തിൻ്റെ പാക്ക്. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു 20-30 എണ്ണമൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ 40 വാങ്ങിക്കുന്നതാണ് അത്രയും നല്ലത്. വല്ലതും പൊട്ടിപ്പോയാൽ അത്രയും ഉപയോഗിക്കും. പിന്നെ 100 രൂപയൊക്കെ ഉള്ളൂ ഈ ജമ്പർ വയേഴ്സിന്. ഇത് മെയിൽ ടു മെയിൽ ജമ്പർ വയേഴ്സാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഈസി ആയിട്ട്. അപ്പോൾ നമുക്ക് വയറിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് 2x സ്പീഡിൽ കാണിക്കുവാണ്. അത്രയും സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട വയറിങ്ങിന്. ഒരു 10-20 മിനിറ്റ് എടുക്കും ഈ വയറിംഗ് ഒക്കെ ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഞാനൊരു 2x സ്പീഡിലൊക്കെ പെട്ടെന്ന് ഓടിച്ചിടുവാണ്. അപ്പോൾ ഇത് ഒരു ഡയാഗ്രാമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മുടെ 4x4 കീപാഡാണ്. അതിൽ നിന്ന് ആ വയർ ഞാൻ ഓർഡുവിനോ ഊനോയിലത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുവാണ്. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ആ ഡയാഗ്രാം നോക്കി ചെയ്താൽ മതി. ഈ വീഡിയോ നോക്കി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ആ ഡയാഗ്രാം നോക്കി ഒന്ന് പെർഫെക്റ്റായി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ സ്പീഡ് കൂട്ടുവാണ്. ഈ 2x സ്പീഡിൽ കിടന്ന ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 4x സ്പീഡിലേക്ക് ആക്കുവാണ്. എന്നാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ വീഡിയോൻ്റെ ലെങ്ത് എനിക്ക് കുറക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ വയറിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഡയാഗ്രാം നോക്കി ചെയ്യാൻ ഞാൻ പറയുവാണ്. അപ്പോൾ പക്കായായിട്ട് ആ ബ്രെഡ് ബോർഡിലൊക്കെ കുത്തണം. ഈ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻസൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് നോക്കി ഇത് ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ ഈസിയാണ്. ആ ബ്രെഡ് ബോർഡിൻ്റെ താഴെ ഉള്ളതെന്ന് വെച്ചാൽ നേരെ അങ്ങോട്ട് പാരലലായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഫ്രണ്ടിലുള്ളതെന്നൊക്കെ വെച്ച് ഇങ്ങനെ താഴത്തേക്ക് വെർട്ടിക്കലായിട്ടായിരിക്കും വയറിംഗ് ഒക്കെ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഏകദേശം നമ്മുടെ വയറിംഗ് ഒക്കെ തീരാറാവുന്നതേ ഉള്ളൂ. ഇനിയും കുറേ വയറിംഗ് ഒക്കെ മിച്ചമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വയറിംഗ് ഒക്കെ ഇനി തീർന്നിട്ടുണ്ട്. ഇനി ഒരു രണ്ട് വയറും കൂടെ കുത്തിയാൽ മതി. ഓക്കെ, നമ്മുടെ വയറിംഗ് ഒക്കെ തീർന്നു.
ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം കയറ്റുകയാണ് ഈ ഓർഡിനോ ഊനോയിലേക്ക്. അതിന് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയൊരു വയറുണ്ട്. ഓർഡിനോ ഊനോയിൻ്റെ കൂടെ ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു വയർ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വേറെ ഒരു വയർ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഞാൻ കുത്തുവാണ്. ഇപ്പം ലാപ്ടോപ്പിൻ്റെ ഒരു മെയിൻ പോർട്ടായ COM 13 കുത്തുന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ വേറെ പേരായിരിക്കും ആ പോർട്ടിന്, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ഓർഡിനോയിൻ്റെ തന്നെ അവർ ഇറക്കിയൊരു ആപ്പുണ്ട്, ഓർഡിനോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് വെച്ചാണ് അതിലേക്ക് പ്രോഗ്രാം കയറ്റുന്നത്. ഈ കോഡ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു സിപ്പ് ഫയലിൻ്റെ അകത്തായിട്ട് ഞാൻ ഈ ഡയാഗ്രാമും ഈ കോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ കുറേ ലൈബ്രറീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം. ആ ലൈബ്രറീസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കയറ്റണം, ഇതൊക്കെ എങ്ങനെ ഒന്ന് പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ ഞാൻ ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. നിങ്ങളതൊക്കെ ഒന്ന് കാണുക. അത് ഞാൻ ലിങ്ക് താഴെ ഇടുന്നുണ്ട്, നിങ്ങളത് നോക്കി ചെയ്യുക. ഇപ്പം ഞാൻ ഈ കോഡ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അത് നല്ല സമയം എടുക്കും. ആവശ്യത്തിനല്ല, ഒരു മിനിറ്റൊക്കെ എടുക്കുന്നു വരും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റത്തേക്ക്. A few moments later. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോഡ് ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്ത് നിൽക്കുമ്പം ഓർഡിനോ ബേസ്ഡ് കാൽക്കുലേറ്റർ ബൈ ST Tech എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ നമ്പർ അടിക്കുന്നത് 12 + 56 എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. 56 അടിച്ചപ്പോൾ 12 + 56 എന്ന് ഡിസ്പ്ലേയിൽ കാണിച്ചു. #ടാഗ് ഞെക്കിയപ്പോൾ 68 ആയി, ആൻസറും കാണിച്ചു. ക്ലിയർ ചെയ്യണമെങ്കിൽ ആ സ്റ്റാറിൽ കയറി ഞെക്കിയാൽ ക്ലിയറും ആയിക്കോളും. പിന്നെ 76 × 8 എന്ന് ഞാൻ ഇപ്പോൾ അടിച്ചപ്പോൾ 608 കാണിച്ചിട്ടുണ്ട്. 45 456 -786 -330 നെഗറ്റീവും കാണിക്കും. പക്ഷെ പ്രശ്നമെന്ന് വെച്ചാൽ ഡെസിമൽ കാണിക്കത്തില്ല. പിന്നെ വലിയ അക്കങ്ങളൊക്കെ ഒന്നും പറ്റത്തില്ല. ഒരു 5 ഡിജിറ്റ് 6 വരെയൊക്കെ പോകും, പക്ഷെ 7 ഒക്കെ ആകുമ്പോഴത്തേക്കും പോകും. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് and please subscribe my channel.